ഹലോ, എല്ലാവർക്കും എൽബെ മലയാളിയുടെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ കസിയോ റോയാൽ എന്ന് പറയുന്ന വാച്ചിൻ്റെ ഒരു കംപ്ലീറ്റ് ഗൈഡാണ് ഈ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. വൺസ് അഗൈൻ വെൽക്കം ടു ദ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു കറക്ഷനോടെ തുടങ്ങാം. കഴിഞ്ഞ വീഡിയോയിൽ കസിയോയുടെ ഈ വാച്ച് ജെയിംസ് ബോണ്ടിൻ്റെ ഒരു ഫിലിമിൽ ഫീച്ചർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. ശരിക്കും അത് ഈ വാച്ച് അല്ല, സീക്കോ എന്ന ബ്രാൻഡിൻ്റെ G757 സ്പോർട്സ് 100 എന്നൊരു മോഡലാണ് ജെയിംസ് ബോണ്ടിൻ്റെ തന്നെ ഒക്ടോപ്പസി എന്ന ഫിലിമിൽ ഫീച്ചർ ചെയ്തിട്ടുള്ളത്. ആ ഫിലിമിലെ വാച്ചിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ കസിയോ വേൾഡ് ടൈം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നമ്മുടെ വാച്ചിൻ്റെ പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ബാക്ക് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ബാക്ക് സൈഡിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്റ്റീൽ കേസ് കാണാൻ പറ്റും. നമ്മുടെ വണ്ടിയുടെ എൻജിൻ പോലെ തന്നെ വാച്ചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് അതിൻ്റെ മൊഡ്യൂള്. ശരിക്കും ഈ സ്റ്റീൽ കേസിൻ്റെ ഉള്ളിലിരിക്കുന്നതാണ് ഈ വാച്ചിൻ്റെ മൊഡ്യൂള്. അപ്പോൾ ഈ വാച്ചിൻ്റെ സ്റ്റീൽ കേസിൻ്റെ ബാക്കിൽ എന്തൊക്കെ ഡീറ്റെയിൽസാണ് കൊടുത്തിരിക്കുന്നത് നോക്കാം. കമ്പനിയുടെ പേര്, അത് കസിയോ, അതുപോലെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് 3299, അതാണ് ഇതിൻ്റെ മൊഡ്യൂൾ നമ്പർ. അതുപോലെ ഈ വാച്ചിൻ്റെ മോഡൽ ഏതാണെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ വാട്ടർ റെസിസ്റ്റൻ്റ് ആണോ, ഏത് രാജ്യത്താണ് ഈ വാച്ച് പ്രൊഡ്യൂസ് ചെയ്തത്, അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഇതിനകത്ത് എൻഗ്രേവ് ചെയ്തിട്ടുണ്ടാകും. ഒരു വാച്ചിൻ്റെ മൊഡ്യൂൾ നമ്പർ നോക്കിയിട്ട് നമുക്കതിൻ്റെ ബാക്കിയുള്ള സെറ്റിങ്സൊക്കെ കണ്ടുപിടിക്കാം. ഉദാഹരണത്തിന് ഈ 3299 മൊഡ്യൂൾ നമ്പറായിട്ടുള്ള വാച്ചുകളിലെല്ലാം അതിൻ്റെ ടൈം സെറ്റിങ്സും ബാക്കിയുള്ള ഫീച്ചേഴ്സും എല്ലാം ചെയ്യുന്നത് ഒരേ രീതിയിലായിരിക്കും. അടുത്തതായിട്ട് വരുന്ന പാർട്ടാണ് വാച്ചിൻ്റെ സ്ട്രാപ്പ്. ഒരു ബ്ലാക്ക് റെസിൻ സ്ട്രാപ്പാണ് ഈ വാച്ചിനുള്ളത്. ഏകദേശം 14 mm വിഡ്ത്തുള്ള സ്ട്രാപ്പാണ് ഈ വാച്ച് യൂസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കസിയോ ഈ വാച്ചിൽ ഈ സ്ട്രാപ്പിന് 2 സ്റ്റോപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോപ്പേഴ്സ് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഈ സ്റ്റോപ്പേഴ്സ് കൊടുക്കുന്നത് വഴി വാച്ച് എപ്പോഴും അതിൻ്റെ ഒറിജിനൽ ഷേപ്പിൽ ഇരിക്കാനായിട്ട് സഹായിക്കുന്നു. വാച്ച് ഇങ്ങനെ ഒടിഞ്ഞിരിക്കുകയോ, ഈ വാച്ച് മാക്സിമം നമുക്ക് ഇത്ര വരെയാണ് വളയ്ക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇട്ട് കഴിയുമ്പോഴാണെങ്കിലും നല്ല ഷേപ്പിൽ അത് ഇരിക്കും. ഇനി നമുക്ക് വാച്ചിൻ്റെ ബട്ടൺസും അതുപോലെ തന്നെ വിൻഡോയിനെയും പരിചയപ്പെടാം. ഈ വാച്ചിൽ മെയിനായിട്ടും 4 ബട്ടൺസാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടുന്ന് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ അഡ്ജസ്റ്റ് എന്ന് പറയുന്നൊരു ബട്ടൺ കാണാം. തൊട്ട് താഴെയായിട്ട് മോഡ് എന്ന് പറയുന്നൊരു ബട്ടൺ, ഇവിടെ ലൈറ്റ് എന്ന് പറയുന്നൊരു ബട്ടണും അതുപോലെ തന്നെ സെർച്ച് എന്ന് പറയുന്നൊരു വേറൊരു ബട്ടണും ഉണ്ട്. ഈ 4 ബട്ടണാണ് ഈ വാച്ചിലുള്ളത്. അടുത്ത വാച്ചിൻ്റെ വിൻഡോയിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു അനലോഗ് ക്ലോക്ക് കാണാം. പക്ഷേ അതൊരു ഡിജിറ്റൽ ഡിസ്പ്ലേ പോലെയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഈ അനലോഗ് ക്ലോക്കിൽ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു മണിക്കൂർ സൂചിയുണ്ട്, അതുപോലെ മിനിറ്റ് സൂചിയും അതുപോലെ സെക്കൻഡ് സൂചിയും ഓടുന്നത് കാണാം. ഈ അനലോഗ് ഡിസ്പ്ലേയിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ കാണിച്ചിരിക്കുന്ന ഈ ടൈമായിരിക്കും. ഇപ്പോൾ 7:25 ആയിട്ടുണ്ട്. ആ 7:25 തന്നെയാണ് അനലോഗ് ക്ലോക്കായിട്ട് ഈ ഒരു ഡിസ്പ്ലേയിൽ കാണിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു നോട്ടിഫിക്കേഷൻ വിൻഡോ പോലെ ഒരു കുഞ്ഞു വിൻഡോ കാണാം. മിക്കവരുടെയും ഈ വിൻഡോ ചിലപ്പോൾ എംപ്റ്റി ആയിട്ടായിരിക്കും കിടക്കുന്നത്. അത് അലാം ഓൺ ആണെങ്കിലോ അതുപോലെ സിഗ്നൽ അവർ ഓൺ ആണെങ്കിൽ മാത്രമേ അതിവിടെ കാണിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ചുമ്മാ ജസ്റ്റ് ബ്ലാങ്ക് ആയിട്ട് കിടക്കും. അടുത്ത ഒരു വിൻഡോ ആണ് തൊട്ട് താഴെ കാണുന്ന ഒരു വേൾഡ് മാപ്പ് വിൻഡോ. ശരിക്കും ഈ വാച്ചിൻ്റെ പേര് തന്നെ കസിയോ വേൾഡ് ടൈം എന്നാണ്. അപ്പോൾ അത് ഈ ഒരു വേൾഡ് മാപ്പ് ഈ വാച്ചിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നത്. ഇപ്പോൾ നമുക്ക് ഈ വാച്ചിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ, അല്ലെങ്കിൽ മറ്റു വാച്ചുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ കാണുന്ന ഈ ടൈം ഏത് ടൈം സോണിലാണെന്ന് അവിടെ ഈ വേൾഡ് മാപ്പിൽ കാണിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇത് യൂറോപ്യൻ ടൈമാണ്, ഇപ്പോൾ ബെർലിൻ ടൈമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ടൈം ഇവിടെ മാറുന്നതിനനുസരിച്ച് ഇവിടെ വേൾഡ് മാപ്പിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഈ സിറ്റിയോ അല്ലെങ്കിൽ കൺട്രിയുടെ ഈ പേരും മാറുന്നതായിരിക്കും. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഈ വാച്ചിൽ നമുക്ക് 4 ടൈം സോണുകൾ സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇവിടെ ആയത് കാരണം കൊണ്ട് ബെർലിൻ ടൈം സോണാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഡൽഹി ടൈം സോണിലേക്ക് മാറുമ്പോൾ നാട്ടിലിപ്പോൾ 11:59 ആയിട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ ഏകദേശം
ഇന്ത്യ അതുൾപ്പെടെ ശ്രീലങ്ക ആ പോർഷൻ ഹൈലൈറ്റ് ആവുന്നത് കാണാം. തൊട്ടടുത്ത് ദുബായ് ടൈം ഇപ്പോൾ 10:30. അപ്പോൾ ദുബായ് ഇൻക്ലൂഡഡ് ആയിട്ടിരിക്കുന്ന സിറ്റി അല്ലെങ്കിൽ കൺട്രി ഹൈലൈറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ന്യൂയോർക്ക്, അപ്പോൾ അവിടെ 2:30 ആയിട്ടുള്ളൂ. അപ്പോൾ അവിടെ അതനുസരിച്ച് ടൈം സോൺ ഇവിടെ അല്ലെങ്കിൽ ഈ കൺട്രിയുടെ മാറുന്നത് കാണാം. വീണ്ടും തിരിച്ച് ബെർലിനിൽ വന്നിട്ടുണ്ട്. അടുത്ത നമുക്ക് വാച്ചിൻ്റെ മോഡുകളെ പരിചയപ്പെടാം. നമ്മുടെ മോഡ് ബട്ടൺ ഇവിടെയുണ്ട്. ഈ മോഡ് ബട്ടണിൽ നമുക്കിപ്പോൾ അതായത് വാച്ച് ഒരു യൂസിങ് കണ്ടീഷനിലിരിക്കുന്നത് ഏകദേശം ഇതുപോലെയായിരിക്കും. ഈ മോഡിനെയാണ്, അതായത് ടൈം കാണിച്ചിരിക്കുന്ന ഈ മോഡിനെയാണ് ടൈം കീപ്പിംഗ് മോഡ് എന്ന് പറയുന്നത്. യൂഷ്വലി എല്ലാവരും ഈ വാച്ച് ഈ ഒരു ടൈം കീപ്പിംഗ് മോഡിലാണ് എപ്പോഴും വയ്ക്കുക. ഈ ടൈം കീപ്പിംഗ് മോഡിൽ നമുക്കിവിടെ മെയിനായിട്ടും കാണാൻ പറ്റുന്നത് ഡിജിറ്റൽ ടൈം കാണാം, നമ്മുടെ ഡേ കാണാം, അതുപോലെ ഡേറ്റ്, മന്ത് കാണാം. ഈ ഡിജിറ്റൽ ടൈം ഇവിടെ ഒരു അനലോഗ് ക്ലോക്കിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കാണാം. അതേപോലെ ഏത് രാജ്യത്തെ അല്ലെങ്കിൽ ഏത് ടൈം സോണിലെ ടൈമാണോ കാണിക്കുന്നത് അതിവിടെ വേൾഡ് മാപ്പിൽ ഹൈലൈറ്റ് ആയിരിക്കുന്നതും കാണാം. അപ്പോൾ മെയിനായിട്ട് വരുന്ന അടുത്ത ഡിസ്പ്ലേ ആണ് ഈ ഡിജിറ്റൽ ഡിസ്പ്ലേ. അത്യാവശ്യം വലുതാണ്. മറ്റുള്ള ഡിസ്പ്ലേസ് തമ്മിൽ വിൻഡോസ് തമ്മിൽ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഈ ഡിസ്പ്ലേയിൽ വരുന്നത് ഒരു ഡിജിറ്റൽ ടൈം കാണിക്കും. അതുപോലെ തന്നെ ആ ഡിജിറ്റൽ ടൈം അനുസരിച്ചിട്ടുള്ള ഡേ കാണിക്കും, മന്ത് കാണിക്കും, ഡേറ്റ് കാണിക്കും. അതുപോലെ തന്നെ ടൈമിൽ അവർ, മിനിറ്റ്, അതുപോലെ സെക്കൻഡും കാണിക്കും. ടൈം കീപ്പിംഗ് മോഡ് കഴിഞ്ഞാൽ അടുത്ത ഒരു മോഡ് നമുക്ക് അതിന് വേണ്ടിയിട്ട് മോഡ് ബട്ടൺ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വേൾഡ് ടൈം എന്ന് പറയുന്ന ഒരു മോഡിലേക്ക് വാച്ച് ഓട്ടോമാറ്റിക്കായിട്ട് മാറി. അപ്പോൾ നമുക്കിപ്പോൾ കാണുന്നത് ടോക്കിയോയിലെ ടൈമാണ്. അതനുസരിച്ച് ഈ വേൾഡ് മാപ്പിൽ ടോക്കിയോയുടെ ടൈം സോൺ വരുന്ന റീജിയൺ ഹൈലൈറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇത് ഏകദേശം ഒരു 30 to 40 ടൈം സോണുകൾ ഈ വാച്ചിൽ കാസിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാനായിട്ട് അത് സെർച്ച് ബട്ടണിൽ ജസ്റ്റ് പ്രസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഓരോ കൺട്രിയുടെ അല്ലെങ്കിൽ ഓരോ ടൈം സോണിൻ്റെ ഒരു ഷോർട്ട് നെയിം അല്ലെങ്കിൽ ഒരു ചെറിയൊരു പേര് പോലെ അതിനകത്ത് കാണും. അതനുസരിച്ച് ടൈം മാറുന്നുണ്ട്. അതുപോലെ തന്നെ വേൾഡ് മാപ്പിലെ ഹൈലൈറ്റ് ആവുന്ന റീജിയണും വ്യത്യാസം വരുന്നുണ്ട്. ഇന്ത്യ ഡൽഹി ടൈം സോണാണ് വന്നിരിക്കുന്നത്. നാട്ടിൽ ഇപ്പോൾ പുലർച്ചെ ഒരു 12:23 നമുക്ക് നോക്കാം. നമ്മുടെ ടൈം സോൺ നോക്കുമ്പോൾ വേൾഡ് മാപ്പിൽ ഇന്ത്യ, അതോടൊപ്പം തന്നെ ശ്രീലങ്ക, ഇന്ത്യയുടെ ലെഫ്റ്റ് സൈഡിലേക്ക് മുകളിലേക്കുള്ള റീജിയൻസൊക്കെ ഹൈലൈറ്റ് ആവുന്നുണ്ട്. ഈ റീജിയൻസിലെല്ലാം ഡൽഹി ടൈം സോണിലുള്ള ടൈമാണ് യൂസ് ചെയ്യേണ്ടത്. വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ടൈം സോൺ ഇതുപോലെ നോക്കുമ്പോൾ നമുക്കൊരിക്കലും എല്ലാ രാജ്യത്തിൻ്റെയും പേര് ഇതിനകത്ത് കണ്ടുകൊള്ളണമെന്നില്ല. ഇപ്പോൾ ഉദാഹരണം ഇന്ത്യയുടെ ടൈം സോൺ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഇന്ത്യ എന്ന് പറയുന്നൊരു രാജ്യത്തിൻ്റെ പേര് ഇവിടെ കാണാനായിട്ട് പറ്റില്ല. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഡൽഹി ടൈം സോണാണ്. ഇപ്പോൾ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും അതല്ലെങ്കിൽ ഇന്ത്യ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ത്യ, ശ്രീലങ്ക അങ്ങനെ ഈ മാപ്പിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ രാജ്യങ്ങളിലും ഈ ഡൽഹി ടൈം സോൺ വെച്ചിട്ടാണ് ടൈം സെറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ വേൾഡ് ടൈം കണ്ടു. അടുത്തൊരു മോഡാണ് അലാം മോഡ്. നമുക്ക് കാസിയോൻ്റെ ഈ മോഡലിൽ നമുക്ക് 5 അലാംസ് വരെ സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് അലാം സെറ്റ് ചെയ്തിരിക്കുന്ന ടൈം, എത്രാമത്തെ അലാമാണ് എന്നുള്ളത്, അലാമിൻ്റെ സ്റ്റാറ്റസ്. അപ്പോൾ നമുക്ക് സെർച്ച് ബട്ടണിൽ പ്രസ് ചെയ്യുന്നതോടെ സെക്കൻഡ് അലാം, അത് രാത്രി 8 മണിക്കാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റാറ്റസ് ഓണാണ്. ബാക്കിയുള്ള 3, 4, 5 അലാംസ് സെറ്റ് ചെയ്തിട്ടില്ല. അതിവിടെ ഓഫായിട്ടാണ് കിടക്കുന്നത്. ഈ അലാംസിന് മെയിനായിട്ടും 3 സ്റ്റാറ്റസാണ്. ഒന്നെങ്കിൽ ഓണ്, അല്ലെങ്കിൽ ഓഫ്, അല്ലെങ്കിൽ 1 ഓൺ. അതെന്താണെന്ന് നമുക്ക് വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക. അലാം മോഡ് കഴിഞ്ഞാൽ അടുത്ത വരുന്നൊരു മോഡാണ് ടൈമർ മോഡ്. നമുക്ക് ഈ വാച്ചിൽ മാക്സിമം 24 മണിക്കൂർ വരെ നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ 5 മിനിറ്റിലേക്കാണ് ടൈമർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ടൈമറിൽ അവർ കാണാം, അതുപോലെ മിനിറ്റ് കാണാം, സെക്കൻഡ് കാണാം, അതുപോലെ മില്ലി സെക്കൻഡ് കാണാം. സ്റ്റാർട്ടും സ്റ്റോപ്പും ഈ സെർച്ച് ബട്ടൺ യൂസ് ചെയ്താണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. സ്റ്റോപ്പ് ആക്കുന്നതിന് സെർച്ച് ബട്ടണിലേക്ക് അഡ്ജസ്റ്റ് ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അത് തിരിച്ച് റിഫ്രഷായി പിന്നെയും 5 മിനിറ്റിലേക്ക് തിരിച്ചു വരുന്നത് കാണാം. അടുത്ത മോഡ് സ്റ്റോപ്പ് വാച്ച് മോഡാണ്. ഈ സ്റ്റോപ്പ് വാച്ച് മോഡിൽ നമുക്ക് ഈ വാച്ചിൽ മാക്സിമം 24 മണിക്കൂർ വരെ സ്റ്റോപ്പ് വാച്ച് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. ടൈമർ പോലെ തന്നെ സ്റ്റാർട്ടും സ്റ്റോപ്പും
ഈ സെർച്ച് ബട്ടൺ യൂസ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ വാച്ചിൽ സ്പ്ലിറ്റ് സ്റ്റോപ്പ് വാച്ച് ഫങ്ഷനും ഉണ്ട്. ഇതിനകത്തും അവർ, മിനിറ്റ്, സെക്കൻഡ്, മില്ലി സെക്കൻഡ് ഒക്കെ കാണിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം വീഡിയോ ശ്രദ്ധിച്ചപ്പോൾ നമുക്ക് കാണാം, നമ്മൾ ഓരോ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴും ആ പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരു സൗണ്ട് കേൾക്കുന്നത് കാണാം, ഈ ബട്ടൺ സൗണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ബട്ടൺ സൗണ്ട് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വാച്ച് മ്യൂട്ടാക്കാനായിട്ട് പറ്റും. അത് വളരെ ഈസിയാണ്. നമ്മൾ ഈ മോഡ് ബട്ടൺ പ്രസ് ചെയ്ത് മോഡ് മാറ്റിയതുപോലെ മോഡ് ബട്ടൺ ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ വിൻഡോയിൽ മ്യൂട്ട് എന്ന് കാണിക്കും. അതുവരെ അത് കാണിക്കുന്നത് വരെ നമ്മൾ പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സൗണ്ട് ഉണ്ട്. നമ്മൾ ലോങ് പ്രസ് ചെയ്തു. ഇപ്പോൾ നമുക്കിവിടെ മ്യൂട്ടെന്ന് കാണിക്കും. അതിനുശേഷം നമ്മൾ ഏത് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും അതിന് യാതൊരുവിധ സൗണ്ട് കാര്യങ്ങളും ഉണ്ടാവില്ല. ഇനി ഈ ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ മ്യൂട്ട് അൺമ്യൂട്ട് ആവുകയും ചെയ്യുന്നു. അടുത്തത് നമ്മൾ ഹോം ടൈമിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഒരു വാച്ചിൽ ആ വാച്ച് ഒരു വർക്കിംഗ് കണ്ടീഷനിൽ എപ്പോഴും ഇരിക്കുന്നത് അതിൻ്റെ T1 ടൈം സോൺ അനുസരിച്ചായിരിക്കും. നമ്മൾ T1 ഏത് കൺട്രിയുടെ അല്ലെങ്കിൽ ഏത് സിറ്റിയുടെ ടൈം സോൺ സെറ്റ് ചെയ്യുന്നോ അതായിരിക്കും വാച്ച് എപ്പോഴും ഹോം ടൈമിൽ കാണിക്കുന്നത്. അപ്പോൾ ഹോം ടൈം തന്നെയായിരിക്കും T1. അത് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റിൽ ലോങ് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് T1 എന്ന് പറഞ്ഞ് കാണിച്ചു. നമുക്ക് ഈ മോഡ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ടൈം മാറ്റി കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം DST എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അത് ഡേ ലൈറ്റ് സേവിങ്സ് ടൈമാണ്. നമ്മളിപ്പോൾ നാട്ടിൽ നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ DSTയുടെ ആവശ്യമില്ല. പക്ഷേ യൂറോപ്പിലോ അതുപോലെ അമേരിക്കയിലോ ഒക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ഡേ ലൈറ്റ് സേവിങ്സ് ടൈം വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഡേ ലൈറ്റ് സേവിങ് ടൈം നമ്മളിപ്പോൾ ഇവിടെ ഓണാക്കാം, അതുപോലെ തന്നെ ഓഫാക്കാം. ഇവിടെ ജർമ്മനിയിൽ ഇപ്പോൾ മെയ് അല്ലെങ്കിൽ മാർച്ച്, ഇപ്പോൾ ജർമ്മനിയിൽ മാർച്ച് 30 ഡേ ലൈറ്റ് സേവിങ് ടൈം ഓൺ ആവുന്നുണ്ട്. അപ്പോൾ മാർച്ച് 30 മുതൽ ഇവിടുത്തെ 1 മണിക്കൂർ മുമ്പിലോട്ട് മാറുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും ഹോം ടൈമിൽ ടൈം സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബാക്കിയുള്ള T1, T2, T3 എല്ലാ ടൈം സോണും ഓട്ടോമാറ്റിക്കലി മാറുന്നതായിട്ട് കാണാൻ പറ്റും. തമ്പനെയിൽ ബെസ്റ്റ് ട്രാവൽ വാച്ചാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് എങ്ങനെയാണ് ബെസ്റ്റ് ട്രാവൽ വാച്ചായിട്ട് വർക്ക് ചെയ്യുകയെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ അത് ഹോം ടൈമിലാണ് കാണിക്കുന്നത്. അത് ബെർലിൻ ടൈമാണ്. അത് തന്നെ ഇവിടെ അനലോഗ് ക്ലോക്ക് ഡിജിറ്റൽ ഫോമിൽ കാണിക്കുന്നുണ്ട്. സപ്പോസ് നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുകയാണ്, നാട്ടിലേക്ക് ട്രാവൽ ചെയ്യുകയാണ്, ദുബായിലാണ് നമ്മുടെ ട്രാൻസിറ്റ്. അപ്പോൾ നമ്മളിവിടെ ദുബായിൽ ചെല്ലുന്നു. ദുബായിൽ ടൈം ഇവിടെ T3 ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ദുബായ് ടൈം ഇപ്പോൾ 1:52 ആയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് ബെർലിൻ ടൈം ഇവിടെ അനലോഗിൽ കാണാനായിട്ട് പറ്റും. ഇവിടെ ദുബായ് ടൈമും കാണാം, ബെർലിൻ ടൈമും കാണാം. അതിനുശേഷം നമ്മൾ തിരിച്ച് നാട്ടിലെത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒരു നാട്ടിലെ ടൈം കാണാം, അതുപോലെ തന്നെ ജർമ്മൻ ടൈമും കാണാം. പക്ഷേ ഇതിനകത്ത് ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ T1 മാത്രമാണ് ഹോം ടൈമായിട്ട്, അതല്ലെങ്കിൽ കുറച്ച് നേരം വാച്ച് ഒന്ന് റീസെറ്റ് അല്ലെങ്കിൽ വാച്ച് ഒന്ന് ഏതെങ്കിലും മോഡോ കാര്യങ്ങളോ ഒക്കെ മാറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ നേരെ ഓട്ടോമാറ്റിക്കലി T1 വന്നാണ് നിൽക്കുക. അപ്പോൾ നമുക്ക് ഈ T2 എപ്പോഴും ഈ സെർച്ച് ബട്ടൺ പ്രസ് ചെയ്ത് T2 ടൈം കാണേണ്ടതായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏത് ടൈം സോണിനെയും T2, T3, T4 ഇതിൽ ഏത് നിൽക്കുന്ന ടൈം സോണിനെയും നമ്മുടെ T1 അല്ലെങ്കിൽ ഹോം ടൈം ആക്കാൻ വേണ്ടിയിട്ട് ഈ അഡ്ജസ്റ്റ് ബട്ടണും അതേപോലെ ഈ ലൈറ്റ് ബട്ടണും ഒരുമിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നേരെ ആ ടൈം സോൺ T1 ടൈം സോൺ ആയിട്ടുണ്ടാവും. നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ബെർലിൻ ടൈം സോൺ T2 ആയി, അതുപോലെ ദുബായ് ടൈം സോൺ T3, അതേപോലെ T4 ന്യൂയോർക്കാണ്. തിരിച്ച് ഡൽഹി ടൈം സോണാണ് നമ്മുടെ ഇപ്പോൾ ഹോം ടൈമായിട്ട് മാറിയിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് തിരിച്ച് ജർമ്മനിയിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതേ മെത്തേഡ് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ബെർലിൻ ഹോം ടൈമായിട്ട് മാറി. ഓക്കെ, നമുക്ക് വാച്ചിൻ്റെ ഫൈനൽ ഒരു സെറ്റിങ്സ് നോക്കാം. ഈ വീഡിയോ എടുക്കുന്നത് മാർച്ച് 29-നാണ്. അപ്പോൾ ടൈമും അതുപോലെ തന്നെ ഡേയും ഡേറ്റും ഒക്കെ കറക്റ്റാണ്. അതുപോലെ ഈ വാച്ചിൽ അലാം ഓൺ ആക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ സിഗ്നൽ അവറും ഓൺ ആക്കിയിട്ടുണ്ട്. ലൈറ്റ് നമ്മൾ 3 സെക്കൻഡാണ് സെറ്റ് ചെയ്തിരുന്നത്. അത് നമുക്ക് നോക്കാം. 1, 2, 3. അപ്പോൾ അത് വർക്കിംഗ് ആണ്. അതിനുശേഷം മോഡിൽ നോക്കിക്കഴിഞ്ഞാൽ
നമുക്ക് അലാംസ് നോക്കാം. അതിനകത്ത് ഓക്കെ 6 മണിക്കുള്ള അലാം നമുക്കതിവിടെ ഓണാക്കാം. അത് 1 ഓൺ ആക്കി കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം മാത്രമാണ് അലാം റിങ് ചെയ്യുള്ളൂ. ജസ്റ്റ് ഓൺ ആക്കുന്നതിലൂടെ എല്ലാ ദിവസവും 6 മണിക്ക് ഈ അലാം വരുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം അടുത്ത അലാം രാത്രി 8 മണിക്കാണ്. അതും എല്ലാ ദിവസവും ഓണാണ്. ബാക്കിയുള്ള അലാംസ് ഓഫാണ്. 4-മത്തെ 5-മത്തെ അലാം ഓഫാണ്. ഇത് സിഗ്നൽ അവറാണ്. അതായത് ഓരോ ഇപ്പോൾ 12 മണി, 1 മണി, 2 മണി അങ്ങനെ ഓരോ സിഗ്നൽ അവറിലും ഒരു ചെറിയൊരു ബീപ്പ് സൗണ്ട് ഉണ്ട്. അതും ഇവിടെ ഓണാണ്. പിന്നെ ടൈമർ 5 മിനിറ്റിന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സ്റ്റോപ്പ് വാച്ച്. ഓക്കെ, ഇതാണ് ഈ വാച്ചിൽ ഇപ്പോൾ ചെയ്തിട്ടുള്ള മോഡ് സെറ്റിങ്സുകൾ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഹോം ടൈം എന്താണെന്ന് കണ്ടു. അതുപോലെ തന്നെ 4 ടൈം സോണ്, അതുപോലെ ട്രാവൽ ചെയ്യുന്ന ടൈമിൽ നമുക്ക് എങ്ങനെയാണ് ഈ ടൈം സോണുകൾ തമ്മിൽ മാറ്റാൻ പറ്റുന്നത്, അല്ലെങ്കിൽ T2 മുതൽ T4 വരെയുള്ള ടൈം സോണിനെ എങ്ങനെയാണ് T1 അല്ലെങ്കിൽ ഹോം ടൈം ആക്കുന്നത് എന്നൊക്കെ കണ്ടു. ഇനി നമുക്ക് ഹോം ടൈം എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തുകയെന്ന് നോക്കാം. നമ്മൾ ഹോം ടൈമിനെ പറ്റി സംസാരിച്ചു. ഇനി ഹോം ടൈം സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഹോം ടൈമിൽ എന്ത് ചേഞ്ച് വരുത്തിയാലും അത് ബാക്കിയുള്ള ടൈം സോണിനെ അഫക്റ്റ് ചെയ്യും. അതുപോലെ ഹോം ടൈമിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ഫീച്ചേഴ്സായിട്ടുള്ള ഡേറ്റ്, അതുപോലെ ഇയർ, മന്ത്, ഈവൻ ടൈം കാര്യങ്ങളെല്ലാം മാറ്റാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ വാച്ച് ഇപ്പോൾ ഹോം ടൈമിലാണ്. അതിനുശേഷം അഡ്ജസ്റ്റിൽ ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ സെക്കൻഡ് ബ്ലിങ്ക് ആവുന്നത് കാണുന്നുണ്ട്. നമ്മൾ ഈ സെക്കൻഡ് സെർച്ച് ബട്ടണിൽ 30-ന് മുമ്പ് നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഈ സെക്കൻഡ് റീസെറ്റ് ആവുന്നു. 30-ന് ശേഷമാണ് നമ്മൾ ഈ സെർച്ച് ബട്ടൺ പ്രസ് ചെയ്യുന്നതെങ്കിൽ തൊട്ടടുത്ത ഡിജിറ്റിലേക്ക് മിനിറ്റ് മാറുന്നുണ്ട്. അപ്പോൾ നമുക്ക് 30-ന് ശേഷം എന്താ സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, ഇപ്പോൾ 30-ന് ശേഷം നമ്മൾ ഈ സെർച്ച് ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത മിനിറ്റിലേക്ക് മാറുന്നുണ്ട്. നമ്മുടെ ടൈം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 11:04 ഓക്കെ. അതിനുശേഷം അടുത്ത മോഡ് നോക്കുകയാണെങ്കിൽ അത് DST ആണ്. നമ്മുടെ ഇപ്പോൾ ഇവിടെ DST ഓഫാണ്. പക്ഷേ മാർച്ച് 30, 31 ടൈമിൽ DST ഓണാക്കാം. അപ്പോൾ DST ഓണാക്കുന്ന സമയത്ത് മണിക്കൂർ 1 അവർ മുമ്പോട്ടേക്ക് മാറുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ ടൈം സോൺ സെറ്റ് ചെയ്യാം. ഇതിപ്പോൾ ബെർലിൻ ടൈം സോണിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിന് ശേഷം നമുക്കിപ്പോൾ ടൈം സോൺ വേറെ മാറ്റണം എന്നുണ്ടെങ്കിൽ ലൈറ്റ് അല്ലെങ്കിൽ സെർച്ചിൽ മുമ്പോട്ടും പിമ്പോട്ടും നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടൈം സോൺ മാറുന്നത് കാണാം. അടുത്ത മോഡായിട്ട് അവർ സെറ്റ് ചെയ്യാം. അടുത്തതിൽ നമുക്ക് മിനിറ്റ് സെറ്റ് ചെയ്യാം. 24 അവർ അല്ലെങ്കിൽ 12 അവർ സെറ്റ് ചെയ്യാം. ഞാൻ എപ്പോഴും 24 അവറാണ് പ്രിഫർ ചെയ്യുന്നത്. അതാണ് നമുക്ക് ബാക്കി ടൈം, ട്രെയിനിൻ്റെ ടൈമും ഫ്ലൈറ്റിൻ്റെ ടൈമും ഒക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് 24 അവർ ടൈമാണ് ഏറ്റവും നല്ലത്. അടുത്തതായിട്ട് നമുക്ക് വർഷം, അതുപോലെ തന്നെ മാസം, അതുപോലെ തന്നെ ഇയർ സെറ്റ് ചെയ്യാം. ഏറ്റവും ലാസ്റ്റ് വരുന്നൊരു മോഡാണ് LT. അതിനകത്ത് 3 എന്ന് ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. LT വേറൊന്നുമല്ല, നമ്മുടെ ലൈറ്റ് ഫങ്ഷൻ ഉണ്ട്. ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്ന സമയത്ത് എത്ര സെക്കൻഡ് ബ്ലിങ്ക് ചെയ്യണം എന്നുള്ളത് നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. 1 സെക്കൻഡ് അല്ലെങ്കിൽ 3 സെക്കൻഡ്, ഈ 2 ഓപ്ഷനാണുള്ളൂ. ഇത്രയും ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും സെക്കൻഡിലേക്ക് വരുന്നത് കാണാം. അതായത് ഇത്രയും ഓപ്ഷനാണ് നമുക്ക് ഹോം ടൈമിൽ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ടുള്ള മോഡുകൾ. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫൈനലി അഡ്ജസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചേഞ്ചസൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമുക്ക് നമ്മുടെ വാച്ചിൽ ടൈം ഒന്ന് നോക്കാം. ഓക്കെ, 11:06 ആയിട്ടുണ്ട്. ഇവിടെയും 11:06 ആയിട്ടുണ്ട്. സോ ഈ വാച്ചിൽ കാസിയോ ഏകദേശം ഒരു 49 സിറ്റീസിൻ്റെ ടൈം സോണുകൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ദുബായിൽ നിൽക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ UAE, ഒമാൻ എന്നിവിടങ്ങളിൽ നിൽക്കുന്നവരും ദുബായ് ടൈം സോണാണ് ഫോളോ ചെയ്യേണ്ടത്. അതുപോലെ ജിദ്ദ ടൈം സോണ്, സൗദി, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും ആപ്ലിക്കബിളാണ്. ഏകദേശം ഈ 40-45 ടൈം സോണുകൾ വെച്ച്
നമുക്ക് ഏത് രാജ്യത്ത് ട്രാവൽ ചെയ്താലും അവിടുത്തെ ടൈം സോണിലേക്ക് നമുക്ക് മാറാനായിട്ട് പറ്റും. അത് ഈ വീഡിയോയുടെ അവസാനം കൊടുക്കുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കണ്ടതിന് ഒത്തിരി നന്ദി. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ച്യൂസ്.